ഞാൻ ഇപ്പോൾ കേരളത്തിൻ്റെ മാവുകൾ ഒരു 450 എണ്ണമാണ് ഇവിടെ സംരക്ഷിക്കണത്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു അവസാനമില്ല. ഇത് ഇനിയും തുടരും. കാരണം നല്ലതുണ്ടെന്ന് കേട്ടാൽ വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കും. അത് എൻ്റെ വല്ലാതെ മനസ്സതിലേക്ക് ചേർന്ന് പോയതുകൊണ്ടാണ്. അപ്പോൾ അതിലൊരു കുറച്ചെണ്ണത്തിനെ പറയും. ഓരോ ജില്ലയ്ക്ക് പോലും അതിൻ്റേതായിട്ടുള്ള മാവുകളുണ്ട് അന്വേഷിച്ച് പറഞ്ഞു കഴിക്കുമ്പോൾ. അതുപോലെ ഇന്ത്യക്ക് തന്നെ ഒരു 23 മാവിന് GI ടാഗ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു 18 ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാരണം ഇതൊക്കെ ഒരു പഠന വിഷയത്തായിട്ട് ആരെങ്കിലും വരികയാണെന്ന് അവർക്കൊക്കെ ഉപകരിക്കട്ടെ എന്നും കൂടി ഉദ്ദേശമുണ്ട്. അല്ലാതെ കുറേ മാവുകൾ വയ്ക്കാമെന്ന് മാത്രമുള്ള ഉദ്ദേശമല്ല. അപ്പോൾ ഓരോ ജില്ലയ്ക്കും ഉണ്ട്. ഇതിപ്പോൾ ഇതന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കോഴിക്കോടിൻ്റെ ചേലനാണ്. കോഴിക്കോടിന് അങ്ങനെ ഒരു ഓൾ ഓവർ മാവുണ്ട്. ഇതൊക്കെ കോഴിക്കോടുകാരുടെ ഒരു വലിയ വികാരം കൂടിയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് കോട്ടൂക്കോണം എന്ന് പറയും. തൃശ്ശൂരൊക്കെ ചാലക്കുടി ആ ഭാഗത്തൊക്കെ പറയും അവർ പ്രിയോർ എന്ന് പറയും. എറണാകുളം ഭാഗത്തൊക്കെ കല്ലുകെട്ടി എന്ന് പറയും. അതുപോലെ കണ്ണൂർ ഭാഗത്തൊക്കെ പോയ നമ്പ്യാർ മാവ് അല്ലെങ്കിൽ കുറ്റ്യാട്ടൂർ മാവ് എന്ന് പറയും. ഇങ്ങനെ ഓരോ ജില്ലയ്ക്കും അവരുടേതായിട്ടുള്ള കുറച്ച് മാവുകൾ അവരെന്നെ താലോലിക്കണ മാവുകളുണ്ട്. ഇങ്ങനെ വൈവിധ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് നമ്മൾ അന്യം നിന്ന് പോകാതെ പറ്റാവുന്ന ചെറിയൊരു അളവിലെങ്കിലും സംരക്ഷിക്കാൻ ചെയ്യണമെന്ന് മാത്രം.